ബി.ജെ.പിയെ കൈവിടുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കൈപിടിക്കുകയാണ് രാജ്യം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ്റെ മണ്ഡലം ബി.ജെ.പിയിൽ നിന്നും പ്രശാന്ത് കിഷോർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനേക്കാളും വലിയ പരാജയം ബി.ജെ.പിക്ക് ഇനി വരാനില്ല. അതായത് ബങ്കിപ്പൂർ മണ്ഡലത്തിൽ ചെറിയ പുള്ളിയല്ല നിതിൻ നവീൻ എന്ന് പറയുന്നത്. 16 വർഷത്തിലേറെ MLA ആയിരുന്ന അദ്ദേഹം രാജ്യസഭാ അംഗമായതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ രാജ്യത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു നേതാവിൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി ബി.ജെ.പിക്കെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അവരുടെ നേതൃത്വം തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭവും അതിനപ്പുറം അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയുമാണെന്ന് ജനങ്ങൾ ഉറപ്പിക്കുന്നു. ഇത് രാജ്യത്തൊന്നാകെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പിക്കുന്നതോടെ വരാനിരിക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ബി.ജെ.പി വലിയ ഭയപ്പാടോടെയാണ് കാണുന്നത്. അങ്ങനെയുള്ള തിരിച്ചടികൾ ബി.ജെ.പിയെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യം വീണ്ടും ബി.ജെ.പിയെ കൈയൊഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബീഹാറിലെ ബി.ജെ.പി ശക്തി കേന്ദ്രത്തിൽ മുന്നേറിക്കൊണ്ട് ജൻസ്വരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ നടത്തിയിരിക്കുന്ന പ്രകടനം. ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി നീരജ് കുമാറിനെ പിന്നിലാക്കിയാണ് പ്രശാന്ത് കിഷോർ മുന്നേറ്റം നടത്തിയത്. വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയായപ്പോൾ ശരിക്കുള്ള ഔദ്യോഗിക ഫലം പുറത്തു വരാനിരിക്കുന്നു എങ്കിലും പ്രശാന്ത് കിഷോർ ബി.ജെ.പിയുടെ നീരജ് കുമാറിനേക്കാൾ 20,000 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. അത് ജനങ്ങളുടെ ബി.ജെ.പി മോദി വിരുദ്ധ വികാരം അതിശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു സമയത്ത് യുവജനങ്ങളും വിദ്യാർത്ഥികളും കൊടുങ്കാറ്റായി മാറിയതിനൊപ്പം തന്നെ അയോധ്യ ക്ഷേത്രക്കൊള്ളയും ബി.ജെ.പിയുടെ അടിത്തറ തോണ്ടാൻ തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. അതാണ് ബി.ജെ.പിയുടെ അധ്യക്ഷൻ്റെ മണ്ഡലത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന തോൽവി. ഇതിന് സമാനമാണ് മധ്യപ്രദേശിലെ ദാത്തിയ മണ്ഡലത്തിൽ നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വിജയം. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഘനശ്യാം സിംഗ് ബി.ജെ.പി സ്ഥാനാർത്ഥി അശുതോഷ് തിവാരിയേക്കാൾ 10,000-ലധികം വോട്ടുകൾക്ക് വിജയം കൊയ്തിരിക്കുന്നു. ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഒരു ജയം ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി സതീഷ് ഗോവിന്ദ് ഭായ് പാട്ടേൽ ആണ് അവിടെ വിജയിച്ചത്. CJP പ്രതിഷേധത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിനാണ് ഈ രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ബി.ജെ.പി പരാജയം അറിയാത്തൊരു മണ്ഡലമാണ് ബങ്കിപ്പൂർ എന്ന് പറയുന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ഈ മണ്ഡലത്തിൽ ഒടുവിൽ നിയമസഭയിലെത്തി അവസാനം അദ്ദേഹം രാജിവെച്ച ഒരൊഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റിരിക്കുന്നു എങ്കിൽ അത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന അഭിഷേക് കുമാർ നാമനിർദ്ദേശം സമർപ്പിച്ചതിന് തൊട്ടടുത്ത ദിവസം പിന്മാറുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് യുവനേതാവായ നീരജ് കുമാർ സിൻഹയെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് തന്നെ വലിയൊരു അവ്യക്തതയാണ് കാണുന്നത്. ബീഹാറിന് പുറമെ മധ്യപ്രദേശിലെ ദാത്തിയ, ഗുജറാത്തിലെ മഞ്ചൽപൂർ എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ 3-2 ബി.ജെ.പി ഇതര പാർട്ടികൾ നേടി എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കോൺഗ്രസ് MLA രാജേന്ദ്ര ഭാരതിയെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ദാത്തിയ നിയമസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ബി.ജെ.പി സ്ഥാനാർത്ഥി അശുതോഷ് തിവാരിയും കോൺഗ്രസിൻ്റെ ഘനശ്യാം സിംഗുമാണ് അവിടെ മത്സരം നടന്നത്. മുൻ ആഭ്യന്തരമന്ത്രിയും ബി.ജെ.പിയുടെ മുതിർന്ന നേതാവുമായ നരോത്തം മിശ്രയുടെ മണ്ഡലമാണ് ദാത്തിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് RSSൻ്റെ കോട്ട കൊത്തളം എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്. 2008 മുതൽ 2018 വരെ ആ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. 23 തെരഞ്ഞെടുപ്പിൽ നരോത്തം മിശ്ര പരാജയപ്പെട്ടു. ഇത്തവണ പുതിയ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികളെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബി.ജെ.പിയിലും പരസ്യമായ ഗ്രൂപ്പ് പോര് ശക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഓരോ തെരഞ്ഞെടുപ്പുകളിലും വിജയം മാത്രം ലക്ഷ്യമിട്ട് ഈ രാജ്യം തന്നെ പിടിച്ചെടുത്ത ബി.ജെ.പിക്ക് അടിതെറ്റുകയും പരാജയത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന വ്യക്തമായ സൂചന.